യെസ്, നമുക്ക് ഇനി വേവ്സ് എന്ന ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിലേക്ക് നമുക്ക് കടക്കാം. ആ ടോപ്പിക് ഡോപ്ലർ ഇഫക്റ്റ് ആണ് കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്, പക്ഷെ വളരെ എളുപ്പത്തിലുള്ള ഒരു ഇക്വേഷൻ മാത്രമുള്ള ആ ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഡോപ്ലർ ഇഫക്റ്റിന്റെ ഏത് പ്രോബ്ലം നമുക്ക് ചെയ്യാൻ പറ്റും. എന്താണ് ഡോപ്ലർ ഇഫക്റ്റ് മക്കളെ? അതായത് ഒരു സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സോഴ്സോ അത് കേൾക്കുന്ന ലിസണറോ ഒബ്സർവർ രണ്ട് പേരില് റിലേറ്റീവ് മോഷൻ നടക്കുന്ന വിചാരിക്കുക. ഏതെങ്കിലും ഒരാളോ അല്ലെങ്കിൽ രണ്ടുപേരോ മൂവ് ചെയ്യുക കേട്ടോ. അവർ തമ്മിൽ റിലേറ്റീവ് മോഷൻ ഉണ്ടാവണം. റിലേറ്റീവ് മോഷൻ എന്നുള്ള വാക്കാണ് നല്ല വാക്ക്. വെറുതെ മൂവ് എന്നുള്ളതിനേക്കാൾ നല്ലത് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സോഴ്സോ അത് കേൾക്കുന്ന ലിസണറോ റിലേറ്റീവ് മോഷനിലാണെങ്കിൽ, അവർ തമ്മിൽ റിലേറ്റീവ് മോഷനിലാണെങ്കിൽ ആ ലിസണർ കേൾക്കുന്ന സൗണ്ടിന്റെ ഫ്രീക്വൻസി ഒറിജിനൽ ഫ്രീക്വൻസി ആയിരിക്കില്ല കേട്ടോ. അതായത് ഫ്രീക്വൻസി ചേഞ്ച് ചെയ്ത് കേൾക്കും. അതായത് ഫ്രീക്വൻസിയിൽ ചേഞ്ച് ഉണ്ടാവുന്നതായിട്ട് ആ ലിസണർക്ക് ഫീൽ ചെയ്യും. സോ ദ അപ്പാരന്റ് ചേഞ്ച് ഇൻ ഫ്രീക്വൻസി when the listener and the source are in relative motion. മക്കളെ, സൗണ്ട് ഉണ്ടാക്കുന്ന സോഴ്സോ അത് കേൾക്കുന്ന ലിസണറോ റിലേറ്റീവ് മോഷനിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ എന്ന് പറയുമ്പോൾ അവർ അടുത്തേക്കോ അകലേക്കോ എങ്ങനെയാണെങ്കിലും റിലേറ്റീവ് മോഷനിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ ആ ലിസണർ കേൾക്കുന്ന ഫ്രീക്വൻസി എന്ന് പറയുന്നത് കറക്റ്റ് ആ സോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒറിജിനൽ ഫ്രീക്വൻസി ആയിരിക്കില്ല. അതിൽ നിന്ന് ചെറിയ എന്തുണ്ടാവും മക്കളെ, വ്യത്യാസങ്ങൾ ഉണ്ടാകും. ആ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ആ എഫക്റ്റിനെ പറഞ്ഞ പേരാണ് മക്കളെ ഡോപ്ലർ ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഡോപ്ലർ ഇഫക്റ്റ് സാധാരണ കുട്ടികൾ ബുദ്ധിമുട്ടാണെന്ന് പറയാറുണ്ട്. കാരണം അതിൽ കുറെ കേസുകൾ എന്ത് ചെയ്യുന്നുണ്ട്, സെപ്പറേറ്റ് പഠിക്കാനുണ്ട്. കുറെ കേസുകൾ പഠിക്കുമ്പോൾ പ്ലസും മൈനസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി പോകുന്നു എന്നുള്ള ബുദ്ധിമുട്ട് വരാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഒറ്റ ഇക്വേഷൻ ഉള്ള മക്കളെ ഡോപ്ലർ ഇഫക്റ്റ് കേട്ടോ. ആ ഒറ്റ ഇക്വേഷൻ ആണ് ഞാൻ ഇവിടെ എഴുതാൻ പോണേ. ശ്രദ്ധിക്കുക. അപ്പാരന്റ് ഫ്രീക്വൻസി ഈക്വൽ ടു, അതായത് നമുക്ക് ഫീൽ ചെയ്യുന്ന ഫ്രീക്വൻസി ഈക്വൽ ടു സൗണ്ട് ആ സോഴ്സ് ഉണ്ടാക്കുന്ന ശരിക്കുള്ള ഫ്രീക്വൻസി റിയൽ ഫ്രീക്വൻസി ഇൻറ്റു വെലോസിറ്റി ഓഫ് സൗണ്ട് പ്ലസ് ഓർ മൈനസ് വെലോസിറ്റി ഓഫ് ഒബ്സർവർ ബൈ വെലോസിറ്റി ഓഫ് സൗണ്ട് പ്ലസ് ഓർ മൈനസ് വെലോസിറ്റി ഓഫ് സോഴ്സ് കേട്ടോ. ഇതൊന്നും പഠിച്ചു വെക്കാം കേട്ടോ. വെലോസിറ്റി ഓഫ് വി എന്ന് പറയുന്നത് മക്കളെ വെലോസിറ്റി ഓഫ് സൗണ്ട് ആണ് കേട്ടോ. വി എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് സൗണ്ട് ആണ്. വിഒ എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ഒബ്സർവർ. വി എസ് എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് സോഴ്സ് കേട്ടോ. അതിൽ സോഴ്സിന്റെ വെലോസിറ്റി അടിയിലാണ്, ഒബ്സർവറിന്റെ വെലോസിറ്റി മുകളിലാണ്. അങ്ങനെ പഠിച്ചാൽ സോ റിയൽ ഫ്രീക്വൻസി ഇൻറ്റു വി പ്ലസ് ഓർ മൈനസ് വിഒ ബൈ വി പ്ലസ് ഓർ മൈനസ് വി എസ്. ഇതാണ് ഒരൊറ്റ സാധനം കേട്ടോ. ഈ ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. കേസുകളൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നതാണ്. ഇത് എങ്ങനെയാ ഉണ്ടാക്കാൻ ഞാൻ പറഞ്ഞുതരാം. ഇനി ആ സൈൻ എങ്ങനെയാ കൊടുക്കുക എന്നുള്ള കേസ് പറഞ്ഞുതരാം മക്കളെ. അടുത്തേക്ക് വരുമ്പോ എനിക്ക് ആകെ കൂടി ഒറ്റ കാര്യം ഇവിടെ എഴുതാവുള്ളൂ. ഞാൻ മലയാളത്തിൽ എഴുതണേ. അടുത്തേക്ക് വരുമ്പോൾ ഫ്രീക്വൻസി കൂടുതലായിട്ട് ഫീൽ ചെയ്യും. അടുത്തേക്ക് വരുമ്പോൾ ഫ്രീക്വൻസി കൂടുതലായിട്ട് ഫീൽ ചെയ്യും. അകലേക്ക് പോകുമ്പോൾ ഫ്രീക്വൻസി കുറയും കേട്ടോ. അകലേക്ക് പോകുമ്പോൾ എന്ത് സംഭവിക്കും മക്കളെ? ഫ്രീക്വൻസി കുറയുന്നതായിട്ട് ഫീൽ ചെയ്യും. ഇത്രയേ ഉള്ളൂ പരിപാടി. അടുത്തേക്ക് വരുമ്പോൾ ഫ്രീക്വൻസി കൂടും, അകലേക്ക് പോകുമ്പോൾ ഫ്രീക്വൻസി കുറയും കേട്ടോ. അത് ആ ഈ ഒറ്റ കാര്യം വെച്ച് അപ്പൊ അടുത്തേക്ക് വരുമ്പോ അപ്പാരന്റ് ഫ്രീക്വൻസി കൂടണം അല്ലെ. അടുത്തേക്ക് വരുമ്പോ അപ്പാരന്റ് ഫ്രീക്വൻസി കൂടണം, അകലേക്ക് പോകുമ്പോ അപ്പാരന്റ് ഫ്രീക്വൻസി എന്ത് ചെയ്യണം? കുറയണം. അപ്പൊ അത് വെച്ചിട്ട് വേണം നിങ്ങളോട് എന്ത് കൊടുക്കാൻ മക്കളെ? സൈൻ കൊടുക്കാൻ. അത് വെച്ചിട്ട് വേണം നിങ്ങളോട് സൈൻ കൊടുക്കാൻ. ഒന്ന് രണ്ട് എക്സാമ്പിൾസ് സാറ് കാണിച്ചു തരാം കേട്ടോ. ഒന്ന് രണ്ട് എക്സാമ്പിൾസ് സാറ് കാണിച്ചു തരാം. നമ്മള് ഫസ്റ്റ് കേസ് പറയാം. ഫസ്റ്റ് കേസ് നമുക്ക് പറയാം. ഫസ്റ്റ് കേസ് എന്താ? ഇതാണ് ഫസ്റ്റ് കേസ്. സോഴ്സ് മൂവിങ് ടുവേർഡ്സ്. ഞാൻ രണ്ട് മൂന്ന് കേസ് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു കേട്ടോ. സോഴ്സ് മൂവിങ് ടുവേർഡ്സ് സ്റ്റേഷനറി ഒബ്സർവർ. എന്താ അതിനർത്ഥം? ഒബ്സർവർ സ്റ്റേഷനറി. അപ്പൊ തന്നെ നമുക്ക് എഴുതാലോ വെലോസിറ്റി ഓഫ് ഒബ്സർവർ ഈസ് ഈക്വൽ ടു 0 കേട്ടോ. സ്റ്റേഷനറി ഒബ്സർവർ. സോഴ്സ് ഈസ് മൂവിങ് വിത്ത് വെലോസിറ്റി വി എസ്. അപ്പൊ സോഴ്സിന് എന്തുണ്ട് മക്കളെ? വെലോസിറ്റി വി എസ് ഉണ്ട്. സോഴ്സ് മൂവ് ചെയ്യുന്നുണ്ട്. സ്റ്റേഷനറി ഒബ്സർവർ ആണ്. അപ്പൊ വിഒ 0 ടുവേർഡ്സ് ആണ് മക്കളെ, അടുത്തേക്കാണ്. ഈ അടുത്തേക്കാകുമ്പോ ഫ്രീക്വൻസി എന്താ ചെയ്യേണ്ടത്? നമ്മൾ പറഞ്ഞിട്ട് അടുത്തേക്കാകുമ്പോ ഫ്രീക്വൻസി കൂടണം. അത് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവും. എന്നിട്ട് ഈ ഇക്വേഷൻ എഴുതാം. എന്താ ഇക്വേഷൻ? അപ്പാരന്റ് ഫ്രീക്വൻസി ഈക്വൽ ടു റിയൽ ഫ്രീക്വൻസി ഇൻറ്റു വെലോസിറ്റി പ്ലസ് ഓർ മൈനസ് വിഒ പ്ലസ് ഓർ മൈനസ് വി എസ്. ഇതാണ് നമ്മുടെ ജനറൽ. അത് നമ്മൾ എഴുതി. അതിൽ വിഒ ഇല്ല. കാരണം എന്താ? സ്റ്റേഷനറി ഒബ്സർവർ. സോ വിഒ പോയി, പരിപാടി കഴിഞ്ഞു. അപ്പൊ വിഒന്റെ ഭാഗം ഇല്ല.
അപ്പൊ നമ്മളത് മാറ്റിയാണ്. ഇനി ആരാണുള്ളത്? സോഴ്സിന് വെലോസിറ്റി ഉണ്ട്, വി എസ് ഉണ്ട്. അത് അടുത്തേക്ക് മൂവ് ചെയ്യണം കേട്ടോ, അടുത്തേക്ക് മൂവ് ചെയ്യണം. അടുത്തേക്ക് മൂവ് ചെയ്യുമ്പോൾ ഫ്രീക്വൻസി എന്ത് ചെയ്യണം എന്ന് പറഞ്ഞത് അവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അടുത്തേക്ക് മൂവ് ചെയ്യുമ്പോൾ ഫ്രീക്വൻസി എന്ത് ചെയ്യണം? കൂടണം. അപ്പൊ ഇത് അപ്പാരന്റ് ഫ്രീക്വൻസി കൂടണം. മക്കളെ സോഴ്സിന്റെ വെലോസിറ്റി എടുക്കുന്ന എവിടെയാ? ഡിനോമിനേറ്റർ അല്ലേ? അല്ലെ, ഡിനോമിനേറ്റർ അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കിക്കുക, അടുത്തേക്കാ വരണേ. അടുത്തേക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കണം മക്കളെ? ഫ്രീക്വൻസി കൂടണം. ഫ്രീക്വൻസി കൂടണമെങ്കിൽ ഡിനോമിനേറ്റർ എന്ത് ചെയ്യണം? കോമൺ സെൻസാ. ഫ്രീക്വൻസി കൂടണമെങ്കിൽ ഡിനോമിനേറ്റർ എന്ത് ചെയ്യണം? കുറയണം. അപ്പൊ ഇവിടെ എന്താ ചിഹ്നം വരിക? മൈനസ്. കേട്ടോ, അവിടെ മൈനസ് ആണ്. അപ്പോ ടുവേർഡ്സ് ദ ഒബ്സർവർ, അടുത്തേക്ക് പോകുന്നു, ഫ്രീക്വൻസി കൂടണം. ഫ്രീക്വൻസി കൂടണമെങ്കിൽ ഡിനോമിനേറ്റർ കുറയണം. മൈനസ് ഇട്ടു. ബൈ ഹാർട്ട് പഠിക്കാൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ല. ഇനി സോഴ്സ് ഈസ് മൂവിങ്. അടുത്ത കണ്ടീഷൻ നമുക്ക് പറഞ്ഞുതരാം. അടുത്ത കണ്ടീഷൻ ഇതാണ്. സോഴ്സ് ഈസ് മൂവിങ് മക്കളെ എവേ ഫ്രം സ്റ്റേഷനറി ഒബ്സർവർ. കേട്ടോ, സോഴ്സ് ഈസ് മൂവിങ് എവേ ഫ്രം സ്റ്റേഷനറി ഒബ്സർവർ. അപ്പൊ സ്റ്റേഷനറി ഒബ്സർവർ ആണ്. സോ വി ഒ ഈക്വൽ ടു അഗൈൻ 0. എവേ ആണ് മക്കളെ. എവേ എന്ന് പറയുമ്പോൾ ഫ്രീക്വൻസി കുറയണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അപ്പാരന്റ് ഫ്രീക്വൻസി ഈക്വൽസ് റിയൽ ഫ്രീക്വൻസി ഇൻടു വെലോസിറ്റി ഓഫ് സൗണ്ട് പ്ലസ് ഓർ മൈനസ് ഒബ്ജക്ട് ബൈ വെലോസിറ്റി ഓഫ് സൗണ്ട് പ്ലസ് ഓർ മൈനസ് സോഴ്സ്. അതിൽ ഒബ്ജക്റ്റിന് വെലോസിറ്റി ഇല്ല, കാരണം സ്റ്റേഷനറി ആണ്. കഴിഞ്ഞു. ഇനി സോഴ്സ് എവേ ആണ് മക്കളെ, അല്ലെ? സോഴ്സ് ഈസ് മൂവിങ് ഫ്രം എവേ ഫ്രം ദ ഒബ്സർവർ. എവേ എന്ന് പറയുമ്പോൾ ഫ്രീക്വൻസി തരണം മക്കളെ. ഫ്രീക്വൻസി കുറയണമെങ്കിൽ കേട്ടോ, ഇത് കുറയണമെങ്കിൽ ഡിനോമിനേറ്റർ കൂടണം. എന്ത് ചിഹ്നം? പ്ലസ്. കേട്ടോ, അപ്പൊ അത്രേ ഉള്ളൂ കാര്യങ്ങൾ. മനസ്സിലായോ? ഇനിയിപ്പോ ഒബ്സർവർ മൂവ് ചെയ്യാന്ന് വിചാരിച്ചു. ഒബ്സർവർ ഈസ് മൂവിങ്. Observer is moving away from stationary source. അപ്പൊ ഒബ്സർവർ ഈസ് മൂവിങ് അവേ ഫ്രം സ്റ്റേഷനറി സോഴ്സ്. അപ്പൊ സോഴ്സ് സ്റ്റേഷനറി ആണ്. അപ്പൊ തന്നെ ഇത് വി എസ് ഈക്വൽ ടു 0. മൂവിങ് അവേ ആരാ? ഒബ്സർവർ. അപ്പൊ വി ഒ ഉണ്ട്. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എഴുതാം. അപ്പാരന്റ് ഫ്രീക്വൻസി ഈക്വൽസ് മക്കളെ, അപ്പാരന്റ് ഫ്രീക്വൻസി ഈക്വൽസ് റിയൽ ഫ്രീക്വൻസി ഇൻടു വി പ്ലസ് ഓർ മൈനസ് വി ഒ ബൈ വി പ്ലസ് ഓർ മൈനസ് വി എസ്. അതിൽ വി എസ് ഇല്ല, കാരണം സ്റ്റേഷനറി സോഴ്സ് ആണ്. ഇനി മൂവിങ് അവേ, യൂസ് യുവർ കോമൺ സെൻസ് മക്കളെ. അവേ എന്ന് പറയുമ്പോൾ ഫ്രീക്വൻസി കുറയണം. അപ്പോ ഫ്രീക്വൻസി കുറയണം. അപ്പൊ അതിലെ ഒബ്സർവറിന്റെ വെലോസിറ്റി മുകളിലാട്ടോ, ശ്രദ്ധിച്ചേ, ന്യൂമറേറ്ററില്ല. അപ്പോ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഫ്രീക്വൻസി കുറയണം, കാരണം അവേ അല്ലേ. അപ്പൊ അവേ ആകുമ്പോൾ ഫ്രീക്വൻസി കുറയണം. ഫ്രീക്വൻസി ആണെങ്കിൽ മക്കളെ ന്യൂമറേറ്റർ കുറയാനല്ലേ ചെയ്യണ്ടേ? ഇവിടെ മൈനസ്. അത്രേ ഉള്ളൂ എടാ, അത്രേ ഉള്ളൂ. ക്ലിയർ ആയില്ലേ? യെസ്, ഇത്രയും കാര്യങ്ങളുള്ളൂ. ഇനിയിപ്പോ രണ്ടുപേരും അടുത്തേക്ക് മൂവ് ചെയ്യാൻ വിചാരിച്ചോ. നോക്കിയേ, സോഴ്സ് വി എസ് വെലോസിറ്റിയും ഒബ്സർവർ വി ഒ വെലോസിറ്റിയും അടുത്തേക്ക്, രണ്ടുപേരും അടുത്തേക്കാണ് മൂവ് ചെയ്യണേ. അപ്പൊ നിങ്ങൾ നോക്കൂ മക്കളെ, റിയൽ അപ്പാരന്റ് ഫ്രീക്വൻസി ഈക്വൽസ് പറ. അപ്പാരന്റ് ഫ്രീക്വൻസി ഈക്വൽസ് റിയൽ ഫ്രീക്വൻസി ഇൻടു നമുക്ക് ആദ്യ ഇക്വേഷൻ വി ഒ ബൈ വി പ്ലസ് ഓർ മൈനസ് വി എസ്. മക്കളെ രണ്ടുപേരും എന്താ ചെയ്യണേ? രണ്ടുപേരും അടുത്തേക്കാണ് മൂവ് ചെയ്യണേ. അപ്പൊ രണ്ടുപേരും അടുത്തേക്ക് മൂവ് ഫ്രീക്വൻസി കൂടാ ചെയ്യണ്ടേ? അപ്പൊ രണ്ടുപേരും എന്തിനു വേണ്ടി ശ്രമിക്കണേ? ഫ്രീക്വൻസി കൂടാൻ ശ്രമിക്കണേ. അപ്പൊ സോഴ്സും അടുത്തേക്ക് മൂവ് ചെയ്യണം, ഒബ്സർവർ അടുത്തേക്ക് മൂവ് ചെയ്യണേ. അപ്പൊ രണ്ടുപേരും ഫ്രീക്വൻസി കൂടാൻ ശ്രമിക്കുമ്പോ മക്കളെ ഇവിടെ ഒബ്സർവറിന്റെ അവിടെ പ്ലസ് ഇടണം, കാരണം ന്യൂമറേറ്ററില. സോഴ്സിന്റെ അവിടെ ഇടണം, മൈനസ് ഇടണം, ഡിനോമിനേറ്ററിൽ മൈനസ് ഇടണം. എന്നല്ല രണ്ടുപേരുടെ ഇഫക്ട് കാരണം ഫ്രീക്വൻസി കൂടുമ്പോൾ. കേട്ടോ, അങ്ങനെയാണ് നമ്മൾ ചിഹ്നം സെലക്ട് ചെയ്യുന്നത്. ക്ലിയർ ആയില്ലേ? അപ്പൊ ചിഹ്നം സെലക്ട് ചെയ്യാൻ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. കേട്ടോ, ചിഹ്നം സെലക്ട് ചെയ്യാൻ കിട്ടിയെന്ന് വിചാരിക്കുന്നു. യെസ്, വേണമെങ്കിൽ ഒരു കേസ് കൂടി സാർ പറഞ്ഞുതരാം. നോക്കൂ, ഇതാ സോഴ്സ് വി എസ് വെലോസിറ്റി ഒബ്സർവറിന്റെ അടുത്തേക്ക് പോകുന്നു. ഒബ്സർവർ ആണെങ്കിൽ സോഴ്സിന്റെ അകലേക്ക് പോണേ, വി ഒ. അപ്പൊ സോഴ്സ് അടുത്തേക്ക് പോകാൻ ശ്രമിക്കണേ. അപ്പൊ സോഴ്സിന്റെ ടെൻഡൻസി എന്താ? കൂട്ടണം എന്നാഗ്രഹം, ഫ്രീക്വൻസി കൂട്ടണം എന്നാഗ്രഹം. ഒബ്സർവർ എന്താ ടെൻഡൻസി? ഫ്രീക്വൻസി കൂട്ടരുത്. അതാണ് ഒബ്സർവർ അകലേക്ക് ഓടിപ്പോണേ. നോക്കിയാൽ മതി. അപ്പോ സോഴ്സ് അടുത്തേക്ക് മൂവ് ചെയ്യാൻ ആ ഒരു പ്രവണത കാണിക്കുന്നുണ്ട്. ഒബ്സർവർ ആണെങ്കിൽ സോഴ്സിന്റെ അകലേക്ക് പോകാൻ പ്രവണത കാണിക്കുന്നത്. അപ്പൊ സോഴ്സ് എന്താ ശ്രമിക്കണം മക്കളെ? ഫ്രീക്വൻസി കൂട്ടാൻ ശ്രമിക്കുന്നു. ഒബ്സർവർ ഫ്രീക്വൻസി കുറയ്ക്കാൻ ശ്രമിക്കുന്നു. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്താ വരും മക്കളെ? അപ്പാരന്റ് ഫ്രീക്വൻസി ഈക്വൽ ടു എന്താ വരിക? അപ്പാരന്റ് ഫ്രീക്വൻസി ഈക്വൽ ടു റിയൽ ഫ്രീക്വൻസി ഇൻടു നമ്മൾ ആദ്യം ജനറൽ ഇക്വേഷൻ ഇതാ, പ്ലസ് ഓർ മൈനസ് വി ഒ ബൈ പ്ലസ് ഓർ മൈനസ് വി എസ്. സോഴ്സ് അടുത്തേക്ക് പോലെ മൂവ് ചെയ്യാൻ നോക്കണേ. അപ്പൊ സോഴ്സ് ഫ്രീക്വൻസി കൂട്ടാ ചെയ്യണം. അപ്പൊ സോഴ്സിന്റെ വക മൈനസ്, ഫ്രീക്വൻസി കൂട്ടുന്നു, ഡിനോമിനേറ്റർ ആയതുകൊണ്ട് മൈനസ്. മറ്റേ ഒബ്സർവർ അകലേക്ക് പോകാൻ ശ്രമിക്കണേ. അപ്പൊ ഒബ്സർവർ അവന്റെ ഇതെടുത്തിട്ട് അവൻ അകലേക്ക് പോകാൻ നോക്കണേ. അപ്പൊ ഫ്രീക്വൻസി ഒബ്സർവർ കുറയ്ക്കാൻ ശ്രമിക്കുമ്പോൾ മക്കളെ ഒബ്സർവർ മുകളിലാണ്, ഫ്രീക്വൻസി ഒബ്സർവർ കുറയ്ക്കാൻ ശ്രമിക്കണം. അതുകൊണ്ട് നെഗറ്റീവ്. ക്ലിയർ ആയില്ലേ? അപ്പൊ അങ്ങനെയൊക്കെയാണ് നിങ്ങൾ എന്ത് ചെയ്യുക?
ഫ്രീക്വൻസി ആരാണോ കൂട്ടാൻ ശ്രമിക്കണം ആരാണോ കുറയ്ക്കാൻ ശ്രമിക്കണം എന്നൊക്കെ നോക്കിയിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുക സൈൻ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത്രേ ഉള്ളൂ, സിമ്പിൾ സാധനമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഡോപ്ലർ ഇഫക്റ്റിന് ആകെ ഒറ്റ ഇക്വേഷൻ ഉള്ളൂ. ഏതാ ഇക്വേഷൻ? അപ്പാരന്റ് ഫ്രീക്വൻസി ഈക്വൽ ടു റിയൽ ഫ്രീക്വൻസി ഇൻടു വെലോസിറ്റി ഓഫ് സൗണ്ട് പ്ലസ് ഓർ മൈനസ് വെലോസിറ്റി ഓഫ് ഒബ്സർവർ ബൈ വെലോസിറ്റി ഓഫ് സൗണ്ട് പ്ലസ് ഓർ മൈനസ് വെലോസിറ്റി ഓഫ് സോഴ്സ്. ഈ ഫ്രീക്വൻസി. ഇനി സാറ് വേറൊരു കാര്യം പറഞ്ഞുതരാം. നോക്കൂ, ദാ ഒരു സോഴ്സ് എന്ന് വിചാരിക്കാം. സോഴ്സ് ഈസ് മൂവിംഗ് വിത്ത് വെലോസിറ്റി vs. സോഴ്സ് ഈസ് മൂവിംഗ് വിത്ത് വെലോസിറ്റി vs. മക്കളെ ഒബ്സർവർ എവിടെയാണ് നിൽക്കുന്നത്? റെസ്റ്റിലാണ് കേട്ടോ. ഒബ്സർവർ റെസ്റ്റിലാണ്. അപ്പോ VO ഈക്വൽ ടു 0 ആണ്. ആകെ VS മാത്രമേ ഉള്ളൂ. മക്കളെ ഇവര് തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ കേട്ടോ, ഈ ഒബ്സർവറും സോഴ്സും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റ. അപ്പൊ നമ്മൾ ഈ ഇക്വേഷൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പാരന്റ് ഫ്രീക്വൻസി ഈക്വൽ ടു മക്കളെ അപ്പാരന്റ് ഫ്രീക്വൻസി ഈക്വൽ ടു റിയൽ ഫ്രീക്വൻസി ഇൻടു വെലോസിറ്റി ഓഫ് സൗണ്ട് പ്ലസ് ഓർ മൈനസ് വെലോസിറ്റി ഓഫ് ഒബ്സർവർ. ഒബ്സർവർ ഇല്ലല്ലോ ഈ കേസിൽ, ഇല്ല. ഒബ്സർവർ 0 ആണ്. അപ്പൊ വെലോസിറ്റി ഓഫ് സൗണ്ട് മാത്രമാണ് ബൈ വെലോസിറ്റി ഓഫ് സൗണ്ട് പ്ലസ് ഓർ മൈനസ് വെലോസിറ്റി ഓഫ് സോഴ്സ് എന്നെടുക്കണം. പക്ഷെ ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ നമ്മൾ VS എന്ന് പറഞ്ഞ വെലോസിറ്റി അല്ല എടുക്കേണ്ടത്. കാരണം സോഴ്സും ഒബ്സർവറും ഒരേ ലൈനിലല്ല. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിയോളൂ, നമ്മൾ അവിടെ എടുക്കേണ്ട വെലോസിറ്റി എന്ന് പറയുന്നത് സോഴ്സും ഒബ്സർവറും തമ്മിൽ വരയ്ക്കുന്ന ലൈൻ ഉണ്ടല്ലോ, സോഴ്സും ഒബ്സർവറും തമ്മിൽ വരയ്ക്കുന്ന അതേ ലൈനിൽ കൂടെ ആക്ട് ചെയ്യുന്ന വെലോസിറ്റി ആണ് എടുക്കുക. അപ്പൊ ശരിക്കും പറയുമ്പോൾ മക്കളെ ഈ VS എന്ന് പറഞ്ഞ വെലോസിറ്റി നമ്മൾ എടുക്കാൻ പാടില്ല. VSന്റെ കമ്പോണന്റ് മക്കളെ നോക്കണ്ട, സോഴ്സും ഒബ്സർവറും തമ്മിൽ വരയ്ക്കുന്ന ആ ലൈനിൽ കൂടെയുള്ള വെലോസിറ്റിയുടെ കമ്പോണന്റ്, അതായത് കോസ് തീറ്റ, VS കോസ് തീറ്റ. അപ്പൊ VS കോസ് തീറ്റ ആണ് ഇവര് തമ്മിലുള്ള ലൈനിൽ കൂടെ ആക്ട് ചെയ്യുന്ന വെലോസിറ്റിയുടെ കമ്പോണന്റ്. അത് വേണം നമുക്ക് എടുക്കാൻ. ഇനി അടുത്തേക്കല്ലേ പോണേ? നിങ്ങൾ നോക്കിയേക്കിയ സോഴ്സ് അടുത്തേക്കാണ് പോണേ അല്ലെ? വെലോസിറ്റി ആക്ഷൻ നോക്കിയാൽ മതി. ഒബ്സർവറിന്റെ അടുത്തേക്ക് പോണേ. അടുത്തേക്ക് പോകുമ്പോൾ ഫ്രീക്വൻസി എന്താ ചെയ്യുക? ഫ്രീക്വൻസി കൂടുക ചെയ്യുന്നത്. സോ അപ്പം ഫ്രീക്വൻസി കൂടണമെങ്കിൽ ഡിനോമിനേറ്റർ കുറയണം. അപ്പൊ എന്ത് ചെയ്യണം? മൈനസ് VS എഴുതാൻ പാടില്ല മക്കളെ. എന്താ എഴുതേണ്ടത്? VS കോസ് തീറ്റ. അപ്പൊ ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിച്ച റൂൾ ഇത്രയേ ഉള്ളൂ. അതായത് ഇപ്പൊ ചെരിഞ്ഞിട്ടൊക്കെ മൂവ് ചെയ്യുകയാണെങ്കിൽ മക്കളെ, ചെരിഞ്ഞിട്ടൊക്കെ മൂവ് ചെയ്യുകയാണെങ്കിൽ യു ഹാവ് ടു ടേക്ക് ദ കമ്പോണന്റ്. നമ്മൾ എടുക്കേണ്ട ഇപ്പൊ ഇത് അപ്പാരന്റ് ഫ്രീക്വൻസി റിയൽ ഫ്രീക്വൻസി വെലോസിറ്റി ഓഫ് സൗണ്ട് പ്ലസ് ഓർ മൈനസ് വെലോസിറ്റി ഓഫ് ഒബ്സർവർ ബൈ വെലോസിറ്റി ഓഫ് സൗണ്ട് പ്ലസ് ഓർ മൈനസ് വെലോസിറ്റി ഓഫ് സോഴ്സ് എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ അവിടെ എടുക്കേണ്ട വെലോസിറ്റി എന്ന് പറയുന്നത് സോഴ്സും ഒബ്സർവറും തമ്മിൽ കണക്ട് ചെയ്ത് വയ്ക്കുന്ന ലൈൻ ഉണ്ടല്ലോ, ആ ലൈനിൽ കൂടെ ആക്ട് ചെയ്യുന്ന വെലോസിറ്റിയുടെ കമ്പോണന്റ് വേണം കൺസിഡർ ചെയ്യാൻ. അത് പല കുട്ടികൾക്കും അറിയില്ല. അപ്പൊ അതൊന്ന് നിങ്ങൾ എന്ത് ചെയ്യണം മക്കളെ? നോട്ട് ചെയ്ത് വെച്ചേ പറ്റും. ക്ലിയർ ആണല്ലോ? യെസ്. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്യണം. യെസ്. അപ്പോ രണ്ട് ലൈനിൽ കൂടെ ആക്ട് ചെയ്യുന്ന വെലോസിറ്റി വേണം എടുക്കാൻ കേട്ടോ. ഒബ്സർവറിന്റെയും സോഴ്സിന്റെ ലൈനിൽ കൂടെ ആക്ട് ചെയ്യുന്ന വെലോസിറ്റിയുടെ കമ്പോണന്റ് വേണം നിങ്ങൾ എന്ത് ചെയ്യണം മക്കളെ? അവിടെ കൺസിഡർ ചെയ്യാം. യെസ്. ഇപ്പൊ വേണമെങ്കിൽ ഞാനൊരു എക്സാമ്പിൾ കൂടി കാണിച്ചു തരാം. നോക്കൂ മക്കളെ, സോഴ്സ് ഈസ് മൂവിംഗ് വിത്ത് വെലോസിറ്റി VS. ഒബ്സർവർ ഈസ് ഓൾസോ മൂവിംഗ് വിത്ത് വെലോസിറ്റി VO. മക്കളെ നമ്മൾ എന്താ ഇതാ ഇവർ തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ലൈൻ കേട്ടോ. ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ ഈ ആംഗിൾ സ്വാഭാവികമായിട്ട് തീറ്റയായിരിക്കും. ഏത് VS VO ഒന്നും നമുക്ക് നേരിട്ട് എഴുതാൻ പറ്റും? ഇല്ല. കമ്പോണന്റ് എഴുതാം അല്ലെ? ഏതിൽ കൂടെ? ഈ ലൈനിൽ കൂടെ ആക്ട് ചെയ്യുന്ന കമ്പോണന്റ്. അപ്പൊ നമ്മൾ എന്ത് എഴുതുക? അപ്പാരന്റ് ഫ്രീക്വൻസി ഈക്വൽ ടു റിയൽ ഫ്രീക്വൻസി ഇൻടു വെലോസിറ്റി V പ്ലസ് ഓർ മൈനസ്. മക്കളെ ഇതെന്താ ചെയ്യുന്നത്? രണ്ടുപേരും അടുത്തേക്ക് വരണം അല്ലെ? VSഉം അങ്ങോട്ട് പോകാൻ നോക്കണേ, VOയും കമ്പോണന്റും അടുത്തേക്ക് പോകാൻ നോക്കണേ. അപ്പൊ രണ്ടുപേരും അടുത്തേക്ക് വരാൻ നോക്കുമ്പോൾ രണ്ടുപേരും ഫ്രീക്വൻസി കൂട്ടാൻ ശ്രമിക്കണം. അപ്പൊ രണ്ടുപേരും ഫ്രീക്വൻസി കൂട്ടാൻ ശ്രമിക്കുമ്പോൾ മക്കളെ മുകളിൽ പ്ലസ് വരണം, VO കോസ് തീറ്റ കണ്ടാ, ബൈ താഴെ മൈനസ് വരണം, VS കോസ് തീറ്റ. മനസ്സിലായില്ലേ? അപ്പൊ പ്ലസും മൈനസും പറയാനല്ല ഞാൻ ഇത് പറഞ്ഞത്. ആ ഒബ്സർവറും സോഴ്സും തമ്മിൽ വരയ്ക്കുന്ന ലൈനിൽ കൂടെ ആക്ട് ചെയ്യുന്ന വെലോസിറ്റി കമ്പോണന്റ് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ? നമ്മുടെ ഡോപ്ലർ ഇഫക്റ്റില് യൂസ് ചെയ്യാൻ. ക്ലിയർ? യെസ്. അപ്പൊ അത് നോട്ട് ചെയ്ത് വയ്ക്കുക. ഇനി ഡോപ്ലർ ഇഫക്റ്റ് കാണാത്ത കുറച്ച് സന്ദർഭങ്ങളുണ്ട്. ഡോപ്ലർ ഇഫക്റ്റ് എക്സ്പീരിയൻസ്ഡ് ആവാത്ത കുറച്ച് സന്ദർഭങ്ങളുണ്ട്. അതുകൂടി സാർ പറഞ്ഞുതരാം. എവിടെയാണ് ഡോപ്ലർ ഇഫക്റ്റ് കാണാൻ പറ്റാത്തത്? ഒന്നാമത്തെ കാണാൻ പറ്റാത്തുള്ള സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കൂ, സോഴ്സ് നിൽക്കുകയാണ് ഇവിടെ, ഒബ്സർവർ സർക്കുലർ ട്രാക്കിൽ അതിന് ചുറ്റും മൂവ് ചെയ്യണം. നോ ഡോപ്ലർ ഇഫക്റ്റ്. കണ്ടോ? പരിപാടി കഴിഞ്ഞില്ലേ? അപ്പൊ സോഴ്സ് സെന്ററിൽ നിൽക്കണം, സർക്കിളിന്റെ സെന്ററിൽ നിൽക്കണം. ഒബ്സർവർ ഈസ് മൂവിംഗ് അലോങ് ഇൻ എ സർക്കുലർ പാത്ത് അറൗണ്ട് ദി സോഴ്സ്. നോ ഡോപ്ലർ ഇഫക്റ്റ്. അതേപോലെ തിരിച്ചായാലും ഇപ്പൊ ഒബ്സർവർ സെന്ററിൽ നിൽക്കണം, സോഴ്സ് ഇങ്ങനെ സർക്കുലർ ട്രാക്കിൽ മൂവ് ചെയ്യുമ്പോൾ നോ ഡോപ്ലർ ഇഫക്റ്റ്. ഇനി രണ്ടുപേരും സെയിം ഡയറക്ഷനിലോട്ട് സെയിം വെലോസിറ്റി മൂവ് ചെയ്യുമ്പോൾ നോക്കിയാൽ നിങ്ങൾ VSഉം VOയും കേട്ടോ, രണ്ടുപേരും വെലോസിറ്റി ഓഫ് സോഴ്സ് ആൻഡ് വെലോസിറ്റി ഓഫ് ഒബ്സർവർ രണ്ടുപേരും സെയിം ഡയറക്ഷനിലോട്ടാണ് മൂവ് ചെയ്യണേ, വിത്ത് സെയിം ഡയറക്ഷൻ വിത്ത് സെയിം വെലോസിറ്റി. നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് മക്കളെ, സെയിം ഡയറക്ഷനിലോട്ട് മൂവ് ചെയ്യുമ്പോൾ റിലേറ്റീവ് വെലോസിറ്റി എത്ര വരിക? റിലേറ്റീവ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു റിലേറ്റീവ് വെലോസിറ്റി സെയിം ഡയറക്ഷൻ മൂവ് ചെയ്യുമ്പോൾ മൈനസ് ചെയ്യണം.
അല്ലെ? അപ്പോ വി എസ് മൈനസ് വി ഒ എന്ന് പറയുമ്പോൾ മക്കൾ എന്ത് വരും? 0 വരും. കാരണം ഇവർ രണ്ടുപേരുടെയും വാല്യൂ സെയിം ആണ്. അപ്പൊ രണ്ട് ബോഡികൾ, അതായത് സോഴ്സും ഒബ്സർവറും സെയിം വെലോസിറ്റിയിൽ മൂവ് ചെയ്യാന്ന് വിചാരിക്കുക. സെയിം വെലോസിറ്റി സെയിം ഡയറക്ഷനിലോട്ട് മൂവ് ചെയ്യുമ്പോൾ അവരുടെ റിലേറ്റീവ് വെലോസിറ്റി എത്രയാണ് മക്കളെ? റിലേറ്റീവ് വെലോസിറ്റി 0 ആണ്. അതാണ് നമ്മൾ ഈ ഡോപ്ലർ ഇഫക്റ്റിന്റെ ഡെഫിനിഷനിൽ പറഞ്ഞ ഒബ്സർവറും സോഴ്സും തമ്മിൽ റിലേറ്റീവ് മോഷൻ വേണം. വെറും മോഷൻ അല്ല പറഞ്ഞ, റിലേറ്റീവ് മോഷൻ എന്ന് പറഞ്ഞത്. കണ്ട, ഈ കേസിൽ റിലേറ്റീവ് മോഷൻ ഇല്ല. ഓക്കെ, ഒബ്സർവറും സോഴ്സും സെയിം ഡയറക്ഷൻ സെയിം വെലോസിറ്റി മൂവ് ചെയ്യുകയാണെങ്കിൽ അവരുടെ റിലേറ്റീവ് വെലോസിറ്റി 0 ആണ്. റിലേറ്റീവ് വെലോസിറ്റി 0 എന്ന കേസിൽ ഡോപ്ലർ ഇഫക്റ്റ് ഇല്ല. ഇനി സൗണ്ടിനേക്കാൾ കൂടുതൽ വെലോസിറ്റിയിലാണ് സോഴ്സ് മൂവ് ചെയ്യണമെങ്കിൽ ഡോപ്ലർ ഇഫക്റ്റ് ഇല്ല. സൗണ്ടിനേക്കാൾ കൂടുതൽ വെലോസിറ്റിയിലാണെങ്കിൽ സോഴ്സ് മൂവ് ചെയ്യണമെങ്കിൽ മക്കൾ എന്തില്ല? ഡോപ്ലർ ഇഫക്റ്റ് ഇല്ല. കേട്ടോ, അങ്ങനെയുള്ള കുറച്ച് സന്ദർഭങ്ങൾ പ്രത്യേകിച്ച് എഴുതും. കേട്ടോ, ഈ സന്ദർഭങ്ങളൊന്നും ഇല്ല മക്കളെ, ഡോപ്ലർ ഇഫക്റ്റ് ഇല്ല എന്ന് മനസ്സിലാക്കാം. അപ്പൊ അത്രയും ഭാഗങ്ങളാണ് നമുക്ക് ഡോപ്ലർ ഇഫക്റ്റിനെ കുറിച്ച് പറയാനുള്ളത്. ഇതൊന്ന് നോട്ട് ചെയ്യാം.